അപ്പം കഴിഞ്ഞ 5.5 വർഷമായിട്ട് ഉണ്ടായിരുന്ന നമ്മുടെ ട്രാവലിംഗ് പാർട്ട്ണർ ഇന്ന് നമ്മളോട് യാത്ര പറയുകയാണ്. അപ്പം എന്താ പറയുക, പപ്പായ്ക്ക് വണ്ടിയൊക്കെ കഴുകി കൊടുക്കണമെന്നുള്ള ഭയങ്കര നിർബന്ധമുള്ള കൂട്ടത്തിലാണ്. സാറിന് ഈ പരിപാടി പപ്പായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പപ്പായ്ക്ക് ഇത്തിരി ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ തന്നെ കഴുകേണ്ടി വന്നു. അപ്പോൾ അവിടെ നിപ്പുള്ളതുകൊണ്ട് ഉടായ്പൊന്നും അടിക്കാൻ പറ്റത്തുമില്ല. അപ്പോൾ ഇത്രയും നാളും സെലേറിയ യൂസ് ചെയ്ത് 1 lakh കിലോമീറ്ററിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാൾ യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം. ഇതെൻ്റെ ജെന്യുവനായിട്ടുള്ള എൻ്റെ ഒരു ഫീഡ്ബാക്ക് മാത്രമാണ് കേട്ടോ. ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് എത്ര സോപ്പ് ഇട്ടിട്ടും അല്ലെ കാർ വാഷ് ഉപയോഗിച്ച് കഴുകിയിട്ട് അത് പോകുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു സൊല്യൂഷൻ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പാക്കേജ് പോലെ ഏതൊരു പെട്രോൾ പമ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞ് ഇതുപോലത്തെ സ്റ്റെയിൻസ് ഒക്കെ പോകുന്ന അവരന്ന് പറഞ്ഞത്, സ്റ്റെയിൻ റിമൂവർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തൊന്നും നോക്കിയിട്ടില്ല. അപ്പം ഇതിപ്പം കണ്ടിട്ട് കഴുകിയിട്ട് പോകാത്തത് കൊണ്ട് അവിടെ ഇവിടെയായിട്ടൊക്കെ ചെറുതായിട്ടുണ്ട്. പിന്നെ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് കണ്ടില്ലേ, ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ആണെങ്കിലും വളരെ നീറ്റായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇത് അന്ന് നമ്മൾ എടുത്തപ്പം തന്നെ അവിടുന്ന് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ എന്താ പറയുക സീറ്റ് കവർ. ഇത്രയും നാളായിട്ടും 5.5 വർഷമായിട്ട് ഇതിനൊന്നും യാതൊരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റെയിൻ റിമൂവർ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മേളിൽ കണ്ട സ്റ്റെയിൻസ് ഒക്കെ പോകുമെന്നാണ് അന്ന് പറഞ്ഞത്. അവർ ടെസ്റ്റൊക്കെ ചെയ്ത് അവരെ യൂസ് ചെയ്തിട്ടേ ഇല്ല. നമുക്ക് ഏതായാലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അത് പോവോ ഇല്ലയോ എന്ന്. അവരന്ന് പറഞ്ഞത് വെച്ചിട്ട് തന്നെയാണ്, സിമ്പിൾ പരിപാടിയാണ്. ഇതൊരു കോട്ടൺ ഇതുപോലെ എടുത്തിട്ട് ഇതവിടെ അപ്ലൈ ചെയ്യുക. ഇത് അവിടെയുണ്ട്, ദേ ഇവിടെ ഇങ്ങനെയുണ്ട്. ചെറുതായിട്ടുണ്ടായിരുന്നു അവിടെ, മേളിലാണ് മെയിൻ. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക ചെറുതായിട്ടൊരു സ്ക്രാച്ച് പോലെ, പെയിൻറ്റ് പോയിട്ടില്ല. അപ്പം അങ്ങനത്തെ പെയിൻറ്റ് പോകാത്ത സംഗതികളൊക്കെ ക്ലീൻ ആവുമെന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് നോക്കാം. ഇത് പോവില്ല നോക്കണമല്ലോ. ഈ സ്റ്റെയിൻസ് പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ? കുഴപ്പമില്ല, നന്നായിട്ട് ക്ലീൻ ആയിടുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെന്തോ പ്രൊഡക്റ്റ് ഇത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഏതോ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് മേടിച്ചതാണ്. പെട്രോൾ പമ്പിൽ ഇങ്ങനെ സെയിൽസിന് നിൽക്കുന്ന 3 ഐറ്റം ഉണ്ടായിരുന്നു അതിനകത്ത്. ഡാഷ് ബോർഡ് ക്ലീനറും ഈ സ്റ്റെയിൻ റിമൂവറും പിന്നെ എന്തോ ഒരു ഐറ്റങ്ങളുണ്ട്, ഗ്ലാസ് ക്ലീനർ അതുകൊണ്ട്. ഇപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഇതേ കണ്ടോ. ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് റബ്ബ് ചെയ്യുക. ഇത് ഈസി ആയിട്ട് പോയി കേട്ടോ ഈ സ്റ്റെയിൻസ്. ഇവിടെ എന്തോ സ്ക്രാച്ച് വന്നതാണ് ഈ സൈഡിലെ ഈ കാണുന്ന സ്ക്രാച്ച്. അത് ഇത്തിരി പണിയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് റബ്ബ് ചെയ്യണം. മറ്റേത് ഈസി ആയിട്ട് പോയി. ഇവിടെ ഇത്തിരി നന്നായിട്ട് റബ്ബ് ചെയ്യേണ്ടി വന്നു. റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്, നീറ്റായിട്ടുണ്ട്. മറ്റേത് പെയിൻറ്റ് പോയതാണ് മേളിൽ, അപ്പോൾ അത് പോകില്ല. അപ്പം നമ്മുടെ ട്രാവലിംഗ് പാർട്ട്ണർ ഇന്ന് യാത്ര പറയുകയാണ്. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ്. അപ്പം നമ്മൾ കാർ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശം 5.5 വർഷമായി. 2018 ഡിസംബർ മോഡലാണ്, സെലേറിയാണ്, ഓട്ടോമാറ്റിക്. അന്നൊരു ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഓട്ടോമാറ്റിക് വാഹനം എടുക്കണമെന്നേ ഉള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്തതാണ്. 5.5 വർഷം എന്താണെങ്കിലും ഉണ്ടായിരുന്നു. 5.5 വർഷം കൊണ്ട് 1,13,000 കിലോമീറ്റർ ഓടി. ഇത് മോസ്റ്റ്ലി എന്താ പറഞ്ഞത് ഓൾമോസ്റ്റ് ഓൾ ടെറൈനിൽ ഓടിയിട്ടുണ്ട്. നമ്മൾ ഗവി പോയത് ഇതിലാണ്. കാര്യം ഗവിയിലൊക്കെ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു സെലേറിയം കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് കൊണ്ട് ഓടിച്ചു നോക്കി, ഗവി പോയി, ഒരു കുഴപ്പമില്ലായിരുന്നു. അതിൽ ഊട്ടി പോയിട്ടുണ്ട്. അങ്ങനെ ഹൈ റേഞ്ച് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും, കട്ടപ്പന ഏരിയയൊക്കെ പോയിട്ടുണ്ട്. യാതൊരു പ്രശ്നവും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ആകെ എനിക്ക് ഇത്രയും നാൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നിയത് ഒരു 1000 cc ആണ്. ഓക്കെ, അപ്പം നമ്മൾ എന്നാ പറഞ്ഞാൽ നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു ഓവർടേക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ചിലപ്പം ചെറുതായിട്ടൊരു ലാഗ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുകയാണെങ്കിലേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് നമുക്ക് മാനുവൽ മോഡിലോട്ട് സ്വിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്റ്റേബിളായിട്ട് നമുക്ക് കയറി പോകാനൊക്കെ പറ്റുമായിരുന്നു. അതേസമയം ലേഡീസിനെ സംബന്ധിച്ച് പെർഫെക്റ്റ് ആണ്, സിറ്റി ഡ്രൈവിനും ബെസ്റ്റാണ്. അപ്പോൾ ഞാനത് അന്ന് എടുത്ത സമയത്ത് ഏതാണ്ട് 5,25,000 രൂപയാണ് 2018 ഡിസംബറിൽ ഈ മോഡൽ വാഹനത്തിനുണ്ടായിരുന്നുള്ളത്. ഇന്നിപ്പം നല്ല വിലയായിട്ട് അതിന് മേളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ആദ്യം വിൽക്കാനായിട്ടാണ് ശ്രമിച്ചത്. വിൽക്കാനായിട്ട് FBയിൽ പരസ്യമായിട്ടപ്പം തന്നെ കോളുകൾ നല്ല രീതിയിൽ വന്നു. പക്ഷേ പൈസ എല്ലാം റെഡി ആയിട്ട് വന്നു. പക്ഷെ എന്താ അറിയോ, ഇന്നത്തെ കാലത്ത് നമ്മൾ വണ്ടി വിൽക്കുമ്പോൾ നമ്മുടെ RC ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പം വന്നത് മുഴുവൻ കച്ചവടക്കാരായിരുന്നു. കാര്യം അവർ പൈസയൊക്കെ തന്നെ റെഡിയാണ്, പക്ഷെ RC ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. കാര്യം അവർ എടുത്ത് മറിക്കുമ്പോഴത്തേക്ക് കൊടുത്താൽ മതി. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല ഇന്നത്തെ സിറ്റുവേഷൻ. ഒന്ന് ക്യാമറയുടെ ഒക്കെ ഇഷ്യൂ ഉണ്ട്. ഇപ്പം പോകുന്ന വഴിക്ക് തന്നെ 2 ക്യാമറ അടിച്ചു കഴിഞ്ഞാലും നമ്മളത് പേ ചെയ്യേണ്ടി വരും. പിന്നെ ലീഗലി ഭയങ്കര വിഷയമാണ്.
നമ്മൾ പേരിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം ഡയറക്റ്റ് അങ്ങനെ ഒരു ബയ്യർ പിന്നെ വന്നില്ല. എല്ലാം വന്ന കച്ചവടക്കാരാണ്. പൈസ തരാൻ റെഡിയാണ്, പക്ഷേ കച്ചവടക്കാരാണ് വന്നത് ഫുള്ള്. ഓക്കെ, പിന്നെ ഞാൻ വിചാരിച്ചു എന്താ പറഞ്ഞേ, നമുക്ക് AVGയുടെ തന്നെ ട്രൂ വാല്യൂ സർവീസ് വഴി വണ്ടി കൊടുത്തിട്ട് അവരുടെ നിന്ന് തന്നെ വേറൊരെണ്ണം എക്സ്ചേഞ്ച് ചെയ്തെടുക്കാന്നുള്ളൊരു പ്ലാനിലാണ്. എന്നിരുന്നാലും നമ്മുടെ എന്താ പറയുക 5 വർഷം നല്ല കംഫർട്ടായിട്ട് ദൈവം സഹായിച്ച് വഴിയൊന്നും കിടത്താതെ നമുക്ക് എത്തേണ്ട സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ച് കൂടെ ഉണ്ടായിരുന്നു. വ്ളോഗ് തുടങ്ങിയ സമയം മുതൽ ട്രാവലിംഗ് ഒക്കെ മിക്കത് ഇതിൽ തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ യാത്രകളും ഇതിന് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് ഇപ്പോൾ ഇത്രയും 5.5 വർഷം കൊണ്ടും ഈ 1,13,000 കിലോമീറ്റർ ഓടിയതിനുള്ള എക്സ്പീരിയൻസ് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ടയർ പ്രോപ്പർ ടൈമിൽ മാറ്റുമായിരുന്നു, അലൈൻമെന്റ് കറക്റ്റ് ചെയ്യും, ബാലൻസിങ്ങും കറക്റ്റ് ചെയ്യുമായിരുന്നു. പിന്നെ വേറെ ഒന്നുമില്ല, ഞാൻ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തുകൊണ്ട് 1 lakh വരെ എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടി. അതായത് 5 year or 1 lakh ആയിരുന്നു ആ സമയത്ത് ഒരു ഓഫർ ഉണ്ടായിരുന്നു എടുത്തത്. സോ 1 lakh വരെ അങ്ങനെ വേറെ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ എന്താ പറഞ്ഞാൽ AC-യുടെ എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്, പക്ഷെ അത് റീപ്ലേസ്മെന്റ് അവർ ചെയ്ത് തന്നിരുന്നു. അത്രയൊക്കെയാണ് വണ്ടിയെപ്പറ്റി ഒരു 5.5 വർഷം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് റിവ്യൂ പറയാനുള്ളത്. സോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ വണ്ടി നേരെ ഇനിയും AVG ട്രൂ വാല്യൂവിന് കൊടുക്കുകയാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെ കിലോമീറ്റർ ഓടുന്നതും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പീരിയോഡിക് സർവീസ് എല്ലാം തന്നെ ചെയ്തത് പോപ്പുലർ സർവീസിലാണ് കേട്ടോ. കറക്റ്റ് 10,000 ഓൾമോസ്റ്റ് എല്ലാ പീരിയോഡിക് സർവീസും ചെയ്ത് ആവശ്യമുള്ള ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഗിയർ ട്രാൻസ്മിഷൻ മോഡെന്ന് പറഞ്ഞ ഇതാണ്. എല്ലാ കാണുന്ന AMT വണ്ടി അല്ലെ AGS വണ്ടിയിൽ കാണുന്ന പോലെ തന്നെ ന്യൂട്രൽ, റിവേഴ്സ്, നേരെ D ഇട്ട ഡ്രൈവ് മോഡിലോട്ട് പോകും ഓട്ടോമാറ്റിക്കലായി. നമ്മൾ ലെഫ്റ്റിലെടുത്ത് ഇങ്ങനെ ചെയ്താലാണ് മാനുവൽ മോഡിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണ്. മാനുവൽ മോഡിൽ നമുക്കിപ്പോൾ എന്താ പറയുക, ഈ ഓവർടേക്കിങ് കാര്യങ്ങളൊക്കെ സ്റ്റേബിളായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ മാനുവൽ മോഡിൽ തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പം ദേ നമ്മൾ തിരുവല്ലയിലുള്ള പെരുന്തുരുത്തിയിലുള്ള AVG ട്രൂ വാല്യൂവിലാണ് നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് കച്ചവടമാക്കി വെച്ചേക്കുന്നത്. അപ്പം ബാക്കി ഇനി അവിടെ ചെന്നിട്ട് ബാക്കി പേപ്പർ വർക്ക്സ് ഉണ്ട്, അതുകൂടെ നമുക്ക് ചെയ്യണം. നമ്മുടെ സർവീസ് ബുക്കാണ് ഇത്. അന്നേരം കിട്ടിയ സർവീസ് ബുക്കിൻ്റെ ഒരു കിറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ റിമോട്ട് കൺട്രോളുണ്ട്. പിന്നെ അതുപോലെ സ്പെയർ കീയും ഉണ്ട്. ഇതെല്ലാം നമ്മൾ കാർ കൊടുക്കുന്ന ടൈമിൽ തന്നെ RC ബുക്കും അതിൻ്റെ ഇൻഷുറൻസ് കോപ്പിയും അതിൻ്റെ കൂടെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതവർ മിക്കവാറും ചോദിക്കും. സ്പെയർ കീയും ഇതുമെല്ലാം അതെല്ലാം കൊടുത്ത് പ്രോപ്പറായിട്ട് വേണം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് തിരുവല്ലയിലുള്ള ട്രൂ വാല്യൂ. പിന്നെ കണ്ട ഒരു ചെറിയ പണി കിട്ടി. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് 2 ചെല്ലാനുണ്ട്. അതൊന്ന് എൻഫോഴ്സ്മെൻറ്റ് RTO പോകണം, കാര്യം ഇത്തിരി പഴയ കേസാണ്. പിന്നെ 2 അക്ഷയ ത്രൂ അടയ്ക്കാമെന്നാണ് പറഞ്ഞത്. ഒന്ന് 500-ഉം ഒരു 250-നെ പറ്റി പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. ഇത് ആക്ച്വലി എനിക്ക് മെസ്സേജ് ഒന്നും വരാത്തത് കൊണ്ട് എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല. പിന്നെ ഇവരുടെ എഗ്രിമെൻ്റ് കാര്യങ്ങൾ, അതിൻ്റെ സെയിൽസ് റെസിപ്റ്റും പിന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ പെൻഡിങ് എമൗണ്ട് ഉള്ളതുകൊണ്ട് 25,000 അവർ ഹോൾഡ് ചെയ്ത് വെക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ നമ്മുടെ RC ബുക്ക് കാര്യങ്ങൾ എല്ലാം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അപ്പം 25,000 രൂപ ഒരു ഹോൾഡിംഗ് എമൗണ്ടായിട്ട് അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. കാര്യം നമുക്ക് 2 ചെല്ലാനുണ്ട്. ഒന്ന് 500 rupees, ഒന്ന് 250. അതൊന്നും എൻഫോഴ്സ്മെൻറ്റ് RTO ഇല്ല. അപ്പോൾ നമ്മളവിടെ പോയിട്ട് നമ്മൾ തന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് ക്ലിയർ ആയിട്ട് നമുക്കത് വരത്തുള്ളൂ. എന്നാൽ മാത്രമേ ഇവർ സെയിൽ ചെയ്യുമ്പോഴേ ഇവർക്ക് വണ്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും പറ്റത്തുള്ളൂ. സോ അത് ക്ലിയർ ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ ആ 25,000 rupees നമുക്ക് അക്കൗണ്ടിലോട്ട് ഇട്ട് വരുമെന്നാണ് പറഞ്ഞത്. അപ്പം ബാക്കി നമ്മൾ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഏതാ എടുക്കുന്നുള്ളതെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.